സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യില്ല എന്ന്. തെറ്റായ ധാരണയാണ്. ഇത്രയും ഫോഴ്സിലാണ് എയർ ബാഗ് വലുതാവുന്നത്. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ സുമൻലാൽ ആൻഡ് ഐ ഡു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വീഡിയോസ്. ഒരു വെഹിക്കിൾ ക്രാഷ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എത്രമാത്രം പരുക്കുകൾ ഉണ്ടാവുമെന്ന്. ഒരു എയർ ബാഗ് സിസ്റ്റം ആ പരുക്കുകളെ ഒരു പരിധി വരെ ഒഴിവാക്കുന്നു. എയർ ബാഗ് എവിടെയെല്ലാമാണ് ഉണ്ടാവുക? വാഹനങ്ങളുടെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫംഗ്ഷന്റെ ഭാഗമായി എയർ ബാഗ് വെച്ചിരിക്കുന്നത് ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ് വീലിനകത്ത്, അതുപോലെ തന്നെ ഹുഡിലും ബി പില്ലറിന് അടുത്തായിട്ടെല്ലാമാണ് എയർ ബാഗ് ഉണ്ടാവുക. ലോകം മുഴുവൻ ഏകദേശം 50,000-ഓളം ജീവനുകളെ രക്ഷിച്ചിട്ടുള്ളതാണ് ഈ എയർ ബാഗ്. SRS Airbag എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനർത്ഥം സപ്ലിമെന്ററി റിസ്ട്രെയിൻ സിസ്റ്റം എന്നാണ്. അതായത് എയർ ബാഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റിക്ക് മാത്രമല്ല, ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് വാഹനം ഓടിക്കുന്ന ആളോ അടുത്തുള്ള ആളോ എങ്ങനെയെല്ലാം തെറിച്ചു പോകുന്നു എന്നുള്ള കാര്യം കാണാം. ഈ തെറിക്കുന്ന ആൾ ഒന്നില്ലെങ്കിൽ ഡാഷ്ബോർഡിൽ ഇടിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീൽ, കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വിൻസ്ക്രീനിലാണ് ഇടിക്കുക. ഇതെല്ലാം നടക്കുന്നത് 50 മില്ലി സെക്കൻഡിന് താഴെയാണ്. 50 മില്ലി സെക്കൻഡ്. 50 മില്ലി സെക്കൻഡ് എന്നാൽ അത്രയും കുറവ് സമയത്ത് യാത്രക്കാരനോ ഓടിക്കുന്ന ആൾക്കോ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും സമയം കിട്ടില്ല. അത്രയും പെട്ടെന്ന് എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. അത്രയും പെട്ടെന്ന് എയർ ഫില്ല് ചെയ്യാൻ ഒരു മെക്കാനിക്കൽ ഡിവൈസിനെ കൊണ്ട് സാധിക്കില്ല. അവിടെ തീർച്ചയായും ഒരു കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്, അഥവാ ഒരു രാസപ്രവർത്തനം. ആദ്യമായി ഒരു എയർ ബാഗ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള പാർട്സുകളെ പരിചയപ്പെടാം. ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് എയർ ഫില്ല് ചെയ്തിട്ട് വരുന്ന ഒരു ബാഗ്, അതൊരു നൈലോൺ ബാഗാണ്. ഇതിനകത്താണ് എയർ ഫില്ല് ചെയ്യുന്നത്. ഈ നൈലോൺ ബാഗ് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇൻഫ്ലേഷൻ സിസ്റ്റത്തിലാണ്. ഈ സിസ്റ്റത്തിനകത്താണ് നമുക്ക് കെമിക്കൽസ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കെമിക്കൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് സോഡിയം അസൈഡ് എന്ന് പറയുന്നത്. ഈ സോഡിയം അസൈഡിലോട്ട് ചെറിയൊരു സ്പാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കും, ചെറിയ എക്സ്പ്ലോഷൻ സംഭവിക്കും. ഇതിൽ നിന്നും ഉണ്ടാവുന്നത് ഹൈ ലെവലുള്ള നൈട്രജനാണ്. നൈട്രജൻ നമുക്ക് ദോഷം ചെയ്യാത്ത ഒരു ഗ്യാസാണ്. ഏകദേശം 40 ലിറ്ററിന് മുകളിൽ നൈട്രജൻ ഫോം ചെയ്യുന്നു. അത്രയും നൈട്രജൻ തന്നെ ധാരാളമാണ് ഒരു എയർ ബാഗിന് വലുതാക്കുക. അപ്പോൾ എയർ ബാഗിന് താഴെ ഈ സിസ്റ്റം ഉണ്ടാവും. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ സിസ്റ്റത്തിലേക്ക് സ്പാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് കൊടുക്കുന്ന ഒരു കൺട്രോൾ യൂണിറ്റ് ആണ്. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ എയർ ബാഗ് കൺട്രോൾ യൂണിറ്റ് എന്നതിനെ വിളിക്കുന്നു. കൺട്രോൾ യൂണിറ്റ് എന്നത് ഒരു കൊച്ചു കമ്പ്യൂട്ടർ തന്നെയാണ്. ഈ കൺട്രോൾ യൂണിറ്റ് ഒരേ സമയം പല സെൻസറുകളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നു. എന്തൊക്കെയാണ് ഈ സെൻസറുകൾ ഉള്ളത്? വാഹനം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രാഷ് ആവുകയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്രാഷ് സെൻസർ ഉണ്ടാവും. അത് ബേസിക്കലി ഒരു ആക്സലറോമീറ്റർ ആണ്. ആക്സലറോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് അറിയുന്ന ഒരു സെൻസറാണ്. നമ്മുടെ ഫോണുകളിലെല്ലാം ഈ ആക്സലറോമീറ്റർ ഉണ്ട്. നമ്മൾ എത്ര സ്പീഡിൽ യാത്ര ചെയ്യണമെന്നുള്ള അറിയാം. ഒരു ആക്സലറോമീറ്ററിന്റെ സഹായത്തിൽ സഡൻ ഡീസലറേഷൻ ഉണ്ടാവണം. സഡൻ ഡീസലറേഷൻ എന്ന് വെച്ചാൽ ഉടനെ വാഹനം നിൽക്കുന്നത്, വളരെ പെട്ടെന്ന് സ്പീഡ് കുറയുന്നത്. വളരെ പെട്ടെന്ന് സ്പീഡ് കുറയുമ്പോൾ മാത്രമാണ് ആക്സിഡന്റ് ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ. ഒരിക്കലും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സ്പീഡ് കുറയുന്നില്ല. ഉദാഹരണം, ഒരു 60 km/h പോകുന്ന വണ്ടി സഡൻ ഡീസലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 10 കിലോമീറ്റർ ഉടനെ തന്നെ 0 കിലോമീറ്ററിലോട്ട് വരുന്നതാണ്. അത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാൽ മാത്രമേ അത് അത്രയും പെട്ടെന്ന് സ്പീഡ് ഡൗൺ ആവുകയുള്ളൂ. കൂടാതെ വേറൊരു സെൻസർ എന്ന് പറയുന്നത് ഒരു ഗൈറോസ്കോപ്പാണ്. വാഹനത്തിന്റെ റൊട്ടേഷൻ മനസ്സിലാക്കുന്നതാണ് ഗൈറോസ്കോപ്പ്. കൂടാതെ വേറെയും സെൻസേഴ്സ് ഉണ്ട്. ചില വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് സെൻസർ ഉണ്ടാവും. സീറ്റ് ബെൽറ്റ് എൻഗേജ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നറിയാം. മറ്റു ചില വാഹനങ്ങളിൽ സീറ്റിൽ തന്നെ സെൻസർ ഉണ്ടാവും. occupant സെൻസർ എന്ന് വിളിക്കും. സീറ്റിൽ ആളുണ്ടെങ്കിൽ മാത്രമേ അതിനു മുന്നിലുള്ള എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എല്ലാ സെൻസേഴ്സിൽ നിന്നും ഡാറ്റ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് സ്വീകരിക്കും. അങ്ങനെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായോ ഇല്ലയോ എന്ന്. ഈ തീരുമാനം വെറും 10 മുതൽ 20 മില്ലി സെക്കൻഡിൽ നടക്കുന്നു. എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതാവട്ടെ, അതായത് എയർ ബാഗിനകത്ത് എയർ സപ്ലൈ ചെയ്യുന്നതാവട്ടെ, ഏകദേശം 40 മില്ലി സെക്കൻഡ് ഉള്ളിൽ തന്നെ മുഴുവൻ സപ്ലൈ ചെയ്ത് എയർ റിലീസ് ചെയ്ത് പോകുന്നു. ഇതിന്റെ വർക്കിംഗ് കാണാം. വാഹനം എവിടെയെങ്കിലും ക്രാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രാഷ് സെൻസർ ക്രാഷിംഗ് മനസ്സിലാക്കുന്നു. മറ്റുള്ള സെൻസേഴ്സിന്റെ സഹായത്തോടു കൂടി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കുന്നു ആക്സിഡന്റ് നടന്നു എന്ന്. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉടനെ തന്നെ ഒരു ചാർജ് സപ്ലൈ കെമിക്കൽസിന് കൊടുക്കുന്നു. അതോടെ തന്നെ സോഡിയം അസൈഡിൽ നിന്നും നൈട്രജൻ രൂപപ്പെടുന്നു. ഈ നൈട്രജൻ വളരെ ഹൈ റേറ്റിലാണ് ഉണ്ടാവുന്നത്. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ നൈട്രജൻ സപ്ലൈ ചെയ്യുന്നത് എയർ ബാഗിലോട്ടാണ്. എയർ ബാഗിലേക്ക് ഇത്രയും പെട്ടെന്ന് എയർ നിറയുന്നതോടുകൂടി എയർ ബാഗിന്റെ കവർ പൊട്ടി എയർ ബാഗ് പുറത്തോട്ട് വരുന്നു. യാത്രക്കാർക്ക് ദോഷമൊന്നും ഉണ്ടാവാത്ത രീതിയിലായിരിക്കും എയർ ബാഗ് കവർ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഓർ ഫൈബർ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ എയർ ബാഗിൽ ഇത്ര പെട്ടെന്ന് എയർ വരുന്നത് ദൂഷ്യം ചെയ്യുമോ? തീർച്ചയായും. എയർ ബാഗ് ആക്സിഡൻറ്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
എയർ ബാഗ് ഡിപ്ലോയ് ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ തലയിൽ പരിക്ക് പറ്റുന്നത് ഒരുപാട് പേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ബാഗ് ഇൻഡിവിജ്വലായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ നിറഞ്ഞിരിക്കെ അതിൽ തലയിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ എയർ നിറഞ്ഞ് അതിന് ഉടനെ തന്നെ എയർ ബാഗിൻ്റെ അടിയിലുള്ള വെന്റിലൂടെ എയർ പുറത്തു പോകുന്നു. അപ്പോൾ മൊത്തത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ തല ഡയറക്റ്റായിട്ട് ഡാഷ്ബോർഡിലോ സ്റ്റിയറിംഗ് വീലിലോ ഇടിക്കാതിരിക്കാൻ ഒരു കുഷനായിട്ട് എയർ ബാഗ് ആക്ട് ചെയ്യുന്നത്. ഈ കുഷൻ്റെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ആഘാതം ഒഴിവാക്കാൻ സാധിക്കുന്നു. എയർ ബാഗിനെ കുറിച്ചുള്ള പൊതുവെയുള്ള തെറ്റിദ്ധാരണകൾ പറയാം. പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണ പല സിനിമകളിലും നമ്മൾ കേട്ട് കാണും, സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യില്ല എന്ന്. തെറ്റായ ധാരണയാണ്. സീറ്റ് ബെൽറ്റ് എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിലും എയർ ബാഗ് ഡിപ്ലോയ് ആകും. പക്ഷേ എയർ ബാഗിൻ്റെ ഫംഗ്ഷൻ അവിടെ നടക്കില്ല. യാത്രക്കാരൻ്റെ തല സേവ് ചെയ്യുക എന്നുള്ളത്. കാരണം വാഹനം ഇടിക്കുന്നതോടുകൂടി സീറ്റ് ബെൽറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എയർ ബാഗിൽ തന്നെ വന്ന് തലയിടിക്കത്തില്ല, പല സ്ഥലത്തേക്ക് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സീറ്റ് ബെൽറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. നമ്മൾ സീറ്റ് ബെൽറ്റിൽ കണ്ടിട്ടുണ്ടാവാം, ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ടാവും, നമ്മൾക്ക് അരയിലൂടെ കവർ ചെയ്യുന്ന ഒരു ബെൽറ്റ് ഉണ്ടാവും. സീറ്റിൽ തന്നെ ഡ്രൈവറെ ഇരുത്തുവാനാണ് അരയിലൂടെ ക്രോസ് ചെയ്യുന്നത് ബെൽറ്റ്. അതേ സെയിം ബെൽറ്റ് നമുക്ക് ക്രോസ് ആയിട്ട് പോകും, നെഞ്ചിലൂടെ ക്രോസ് ആയിട്ട് പോകുന്ന ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് എയർ ബാഗിലേക്ക് ഗൈഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിനും അല്പം ദൂരത്തോട്ട് വേണം. ഏകദേശം സ്റ്റിയറിംഗ് വീലിന് അടുത്തിൽ നിന്നും 5 മുതൽ 6 ഇഞ്ച് വരെ ഗ്യാപ്പ് ഡ്രൈവറിന് വേണം. എന്നാൽ മാത്രമേ സഡനായിട്ട് എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത് യാത്രക്കാരന് അല്ലെങ്കിൽ ഡ്രൈവറിന് ദൂഷ്യം സംഭവിക്കാതിരിക്കൂ. രണ്ടാമത്, നല്ല ഹൈ സ്പീഡിൽ പോകുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യപ്പെടാമെന്ന് പറയുന്നു. തെറ്റായ ധാരണയാണ്. എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ സെൻസേഴ്സ് ഉണ്ട്. ക്രാഷ് സെൻസറാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ ഒരു സഡൻ ഡീസലറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഡൻ ഡീസലറേഷൻ എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പീഡ് ഇല്ലാതാവുക. ബ്രേക്ക് ചെയ്യുന്നത് ഗ്രാജുവൽ ആയിട്ടാണ് സ്പീഡ് കുറഞ്ഞു വരുന്നത്, പെട്ടെന്ന് സ്പീഡ് കുറയുന്നില്ല. അതുകൊണ്ട് സഡൻ ആയിട്ടുള്ള ബ്രേക്ക് ചെയ്യുന്നതിന് എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യില്ല. എയർ ബാഗ് എല്ലായ്പ്പോഴും രക്ഷിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ സീറ്റിലിരിക്കുന്ന പൊസിഷൻ, നമ്മൾ എത്ര ദൂരത്തിലാണ് നമ്മളുടെ തലയിരിക്കുന്നത്, എത്ര ദൂരത്താണ് ചാഞ്ഞിരിക്കുന്നത്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ സേഫ്റ്റി. ഒരു എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ എയർ ബാഗ് എത്രത്തോളം ഫോഴ്സിലാണ് വലുതാവുന്നത് എന്ന് നമുക്ക് കാണാം. ഇത്രയും ഫോഴ്സിലാണ് എയർ ബാഗ് വലുതാവുന്നത്. അപ്പോൾ ഈ എയർ ബാഗിൻ്റെ അടുത്ത് തന്നെ തലയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു ഫോഴ്സിൽ തല ഇടിക്കുന്നത് തുല്യം തന്നെയായിരിക്കും. സോ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.